നമ്മുടെ കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പിന്നെയും ഒരു ദിവസം കൂടെ നമ്മുടെ കർത്താവ് ദാനമായിട്ട് നൽകി ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നൽകിയതോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ പ്രാർത്ഥന എന്താണ് ദൈവം കേൾക്കാത്തത്? എനിക്ക് മാത്രം ഇങ്ങനെയുള്ളൊരു പ്രതികൂലം എന്തുകൊണ്ട്? മറ്റുള്ളവർക്കെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു, എനിക്ക് മാത്രം ദൈവം ഒരു ഉത്തരം തരുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവം ആരെയും തള്ളിക്കളയുന്ന ദൈവമല്ല. തക്ക സമയത്ത് അവൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കും. സ്തോത്രം. അത് നാം ഉറച്ച് വിശ്വസിക്കണം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൽ ഒരു ചോദ്യം നമുക്ക് കാണാൻ കഴിയും. 27-ാമത്തെ വാക്യത്തിൽ, എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? അവിടെ ഒരു ചോദ്യചിഹ്നത്തിലാണ് അത് അവസാനിക്കുന്നത്. ദൈവം യാക്കോബിനോടും ഇസ്രായേലിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഇന്ന് പകൽ നമ്മളോട് ഓരോരുത്തരോടും കൂടെ ചോദിക്കുന്ന ചോദ്യമാണ്. അതങ്ങനെ തന്നെ കാണണം. എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തരാത്തത് എന്താണ്? എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്താണ്? നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്നല്ല. ദൈവമക്കളെന്ന് പറയുന്നവർ ചോദ്യം ചോദിക്കുന്നുണ്ട്. സ്തോത്രം. പല വിധത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ ചിലതിനൊക്കെ ഒത്തിരി താമസം വരുന്നു എന്നുള്ളത് സത്യമാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് നമുക്കാർക്കും അറിയത്തില്ല. എന്നാൽ ദൈവത്തിന് അതിനെല്ലാം ഓരോ ഉദ്ദേശ്യമുണ്ട്. തക്ക സമയത്ത് അവൻ അതിനെല്ലാം മറുപടി നൽകും. സ്തോത്രം. പലപ്പോഴും നാം അതിനെ ചോദ്യം ചെയ്യാറുണ്ട്, അല്ലേ? സംശയിക്കാറുണ്ട്, നീരസം കാണിക്കാറുണ്ട്. അതെല്ലാം ദൈവം അറിയുന്നു എന്നുള്ളതാണ് വാസ്തവം. സ്തോത്രം. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ദൈവം, നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ദൈവം പറയുന്നത്, നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ അവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. സ്തോത്രം. ദൈവം ആരാണെന്നുള്ളതിൻ്റെ നമ്മുടെ ചോദ്യത്തിൻ്റെ മറുപടി, നമ്മുടെ സംശയത്തിൻ്റെ മറുപടിയാണ് അവിടെ ദൈവം തന്നെ നൽകിയിരിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ മാഹാത്മ്യം, ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ കൈകളുടെ ശക്തി, വാക്കുകളുടെ ശക്തിയൊക്കെ കാണണമെങ്കിൽ നാം അവിടെ അതിൻ്റെ 26-ാമത്തെ വാക്യം വായിച്ചാൽ മതി. ദൈവം പറയുന്നു, നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാര്? നാം നമ്മുടെ കണ്ണുകൾ ആകാശത്തേക്കൊന്ന് ഉയർത്തി നോക്കിയാൽ ചില അത്ഭുത കാഴ്ചകൾ കാണുവാൻ സാധിക്കും. നമുക്ക് ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂര്യൻ, ചന്ദ്രൻ, പിന്നെ മിന്നിത്തിളങ്ങുന്ന ചില നക്ഷത്രങ്ങൾ. നല്ല തെളിഞ്ഞ അന്തരീക്ഷമുള്ള ഒരു രാത്രിയിൽ നാം ആകാശത്തേക്ക് നോക്കിയാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് 10,000-കണക്കിന് നക്ഷത്രങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കാര്യം നാം മനസ്സിലാക്കണം,
ഈ നക്ഷത്രങ്ങൾ അതിൻ്റെ വലിപ്പം നമുക്കാർക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. കോടാനുകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറം ദൈവം അവയെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നു. അവയെല്ലാം കൃത്യമായി അതാതിൻ്റെ സ്ഥലത്ത് അതാതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ അവയുടെ സ്ഥാനം മാറിപ്പോയതായോ എന്തെങ്കിലും നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുക ചെയ്തതായോ അങ്ങനെ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചതായോ നമുക്ക് അറിയത്തില്ല. സ്തോത്രം. ദൈവം ആ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദൈവം ആരാണെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങൾക്കും ഒന്നും ഒരു മാറ്റവും വരാതെ അവ എപ്പോഴും സ്ഥിരമായി അവിടെ തന്നെ നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. നിശ്ചയമായും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. നമ്മുടെ ദൈവം ആരാണെന്ന് ഉള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഏറ്റവും പരിശുദ്ധനായവൻ, ഏറ്റവും സർവശക്തനായവൻ, ഏറ്റവും വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ, നമുക്ക് വേണ്ടി അവൻ വീണ്ടും പ്രവർത്തിക്കും. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി പകർന്നു കൊടുക്കും. ബലം കുറഞ്ഞിരിക്കുന്നവർക്ക് ബലം പകർന്നു കൊടുക്കും. യൗവനക്കാരെ പോലെ പ്രായമായവർ ഓടി നടക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അതെ, ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ, ബലം കുറഞ്ഞുവെന്ന് തോന്നുന്നുവെങ്കിൽ ശക്തനാക്കുന്നവൻ നമ്മോട് കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. പ്രാർത്ഥിച്ച് കണ്ണുനീര് വറ്റി ഇനി ഒരു മറുപടി എനിക്ക് ലഭിക്കുകയില്ല എന്ന് ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും ഒരു അത്ഭുത പ്രവൃത്തി കാണുവാനിടയാക്കും. കാരണം ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ. അതുകൊണ്ട് നിരാശപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞാൻ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് കർത്താവേ, അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളായ അടിയങ്ങൾക്ക് ഇത്രത്തോളം ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം അനുഭവിപ്പാൻ സഹായിച്ചാനാണ് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ചില പ്രിയപ്പെട്ടവർക്ക് ആഗ്രഹിക്കുന്നത് പോലെ മറുപടി ലഭിക്കാത്ത സന്ദർഭമുണ്ട്. അവർ ഭാരപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നുവെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. തക്ക സമയത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ആ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. അവരുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. പലവിധമായ ഭാരങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ഏരിയയിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷം, യുദ്ധം, അതെല്ലാം അങ്ങ് കാണുന്നു കർത്താവേ. ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ആമേൻ, സ്തോത്ര. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണമേ. ആമേൻ. തമ്മിൽ ചർച്ചകൾ ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേകർ അവധിക്ക് നാട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോകാൻ കഴിയാതെ
ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നു. നാട്ടിലേക്ക് അത്യാവശ്യമായിട്ട് കടന്നു വരേണ്ടതുണ്ട്, അവർക്ക് കടന്നു വരാൻ കഴിയാതെ അവരും പ്രയാസത്തിലായിരിക്കുന്നു. വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കുന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് വഴിയും വാഹനം തുറന്നുകൊണ്ട് സഹായിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഉപജീവനത്തിൻ്റെ വഴികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, അത്ഭുതത്തിൻ്റെ വഴികൾ അവർക്ക് തുറന്നു കൊടുക്കണമേ. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, സൗഖ്യവും വിടുതലും കർത്താവ് നൽകണമേ. കടഭാരങ്ങളിലും സാമ്പത്തിക ഞെരുക്കലും കഴിയുന്നവരുണ്ട്, അവരെ കർത്താവ് വിടുവിക്കണമേ, സഹായിക്കണമേ. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ അബ്രഹാമിനെ മാനിച്ചതുപോലെ, ഹന്നയെ മാനിച്ചതുപോലെ തലമുറകളെ നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കുന്ന പ്രത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഒരു കാര്യം അസാധ്യമല്ല കർത്താവേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ തക്കതായ തുണകളെ ഒരുക്കി കർത്താവരെ സഹായിക്കുന്ന പ്രത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ ഹല്ലേലൂയ വേഗത്തിൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. അവിടുന്ന് ഹല്ലേലൂയ. ഓരോ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ അവിടുന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി കർത്താവെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനാണ് സ്തോത്രം. അങ്ങേക്കൊരു കാര്യവും അസാധ്യമല്ല കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് ആരാണെന്ന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൽ കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കർത്താവേ, അങ്ങയുടെ ഹല്ലേലൂയ മക്കളെ അവിടെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയെ നിറച്ചവരെ അനുഗ്രഹിച്ചാകട്ടെ. അങ്ങ് കർത്താവെ പ്രാർത്ഥനയുടെ സ്തോത്രം, മഹത്വപ്പെടുത്തനായ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരം അരുളവരാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിശ്ചയമായും ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. നിങ്ങളുടെ നിരാശകൾ മാറി പ്രത്യാശയിലേക്ക് നിങ്ങളെ വഴി നടത്തും. ദൈവം നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, സഹായിക്കും. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ബൈ.